മാലിക് ഇബ്നു ദീനാർ തങ്ങളെ പോലെയുള്ള മുൻഗാമികളായ സഹാബത്ത് ഇവിടെ വരുമ്പോ ഇവിടെ സഹായിക്കാൻ അവർക്കാരുണ്ട്? ആരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ആദ്യത്തെ പരിപാടി സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകളെ വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം അസറിന്റെ സമയം മുതൽ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ എത്തി? എപ്പോ എത്തും? അതേ നേരെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്കാണോ? എന്ത് സൗകര്യമാ വേണ്ടത്? എന്തൊക്കെയാ അന്വേഷിക്കുന്നത്? പക്ഷേ സഹാബത്ത് ഇവിടെ വരുമ്പോ വിളിച്ചു പറയാൻ ആളുകളില്ല, സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല. ആ നിലക്ക് അവർ കേരളത്തിലേക്ക് വന്നു. നമുക്ക് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ദർശനം കിട്ടാൻ വേണ്ടി അവരെ ജീവൻ സമർപ്പിച്ചു, അവരുടെ സർവ്വതും സമർപ്പിച്ചു. ആ നിലക്ക് അവര് വളർത്തിയെടുത്ത ദീനാണെന്ന കാര്യം ചെറുപ്പക്കാരെ, സന്തോഷമുള്ള വേളകളിൽ അല്ലാഹനെ മറന്നിട്ട് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്ത് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണേ. നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത് 2 ദിവസം മുമ്പ് കൂമ്പോലിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ പ്രിയപ്പെട്ട പിതാവ് അല്ലാഹുവേ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്തിനേറ്റി കൊടുക്കണം റഹ്മാനെ. സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസം രാവിലെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്നോട് പറയാണ്, കുറച്ചൊന്ന് കിടക്കണം, പക്ഷേ കിടക്കാനുള്ള സമയമില്ല. വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു പ്രവർത്തകൻ, ആ പ്രവർത്തകൻ പെട്ടെന്ന് മരിച്ചുപോയി. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ മകളെ കല്യാണമാണ്, അല്ലെങ്കിൽ മകന്റെ കല്യാണമാണ്. ഒരു രോഗവുമില്ല, പെട്ടെന്നങ്ങ് മരിച്ചുപോയി. അല്ലാഹുവേ അത്തരം പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ചോദിക്കട്ടെ യുവാക്കളെ, ഇത്തരം ആരോഗ്യമുള്ള സമയത്ത് ശൈത്താൻ നമ്മുടെ മനസ്സിലിട്ട് തരുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു അതേ നന്ദി കെട്ടവനായി റബ്ബിലേക്ക് മടങ്ങുന്നൊരു ഗതികേട് വന്നുപോയാൽ, അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ഗതികേട് വന്നുപോയാൽ അതിനേക്കാൾ വലിയ നാശമുണ്ടോ? അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? അല്ലാഹു തആല തന്ന ആരോഗ്യം ഏത് സമയത്തും തിരിച്ചു ചോദിക്കാനുള്ള അധികാരം അവനില്ലേ? ഏത് സമയത്തും തിരിച്ചു തരണം എന്ന് പറയാനുള്ള അധികാരം അവനില്ലേ? പോകട്ടെ, അവനങ്ങ് തിരിച്ചു ചോദിച്ചാൽ തടയാൻ കഴിയുന്ന ശക്തി നിന്റെ കയ്യിലുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ എന്റെ നാട്ടിന്റെ പരിസരത്ത് ഒരു മരിച്ച വീട്ടിൽ കയറി ഇറങ്ങിയപ്പോ എന്നോട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന എന്റെ ബാപ്പയുടെ ഒക്കെ കൂട്ടുകാരായി പ്രവർത്തിക്കുന്ന അതേ പ്രായം ചെന്ന കുറച്ചാളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ കയറണം. എവിടെയാണെന്ന് ചോദിച്ചു. അതേ നമ്മുടെ നാട്ടിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന മുസാജി, അല്ലാഹുവേ പൂർണ്ണമായി നീ ആരോഗ്യം നൽകണം റഹ്മാനെ. പ്രായം കുറെ പറയാനില്ല, പെട്ടെന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കിടക്കുന്നു, വല്ലാത്ത വേദനയാണ്. കാണാൻ ചെന്നു ഞാൻ ആ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞപ്പോ എന്റെ കൂടെയുള്ളവര് പറഞ്ഞു, സലാം പറഞ്ഞാൽ കേൾക്കും, പക്ഷേ മടക്കാൻ കഴിയൂല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ മുസാഹാജി കിടന്ന സ്ഥലത്ത് നിന്ന് ശബ്ദിക്കുകയാണ്. സലാം മടക്കാൻ കഴിയുന്നില്ല, കരയുകയാണ്. കൈപിടിച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചു പോയി. ചോദിക്കട്ടെ മനുഷ്യ, ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള സമയത്ത് എല്ലാം ചെയ്തു തരുന്ന രാജാവായ റബ്ബിനെ, ആ റബ്ബ് തന്ന ആരോഗ്യം ഉപയോഗിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ, അവനെതിരെ നന്ദികേട് ചെയ്യുമ്പോൾ, നന്ദികെട്ട അടിമകളായി നമ്മൾ മാറിപ്പോയാൽ നാളെ റബ്ബിന്റെ പാരത്രീക ലോകത്തെത്തിയിട്ട് അർശിന്റെ തണലിൽ ലഭിക്കുന്ന നല്ല ചെറുപ്പക്കാരെ കണ്ടിട്ട് വിരല് കടിച്ചിട്ട് കാര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഈമാനുള്ള മോമിനീങ്ങളെ,
ഞാൻ അദ്ദേഹത്തോട് പലതും ചോദിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, ഞരമ്പിന് ചെറിയ തകരാറ് വന്നതാണെന്നാ ഡോക്ടർമാര് പറയുന്നത്. ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ട് മാറ്റാൻ കഴിയുന്നില്ല. ഓ മുഅ്മിനായ മനുഷ്യ, അല്ലാഹ് മാറ്റിത്തരാതെ രോഗം മാറ്റാൻ കഴിയുന്ന ഡോക്ടർമാരുണ്ടോ? അതുകൊണ്ടല്ലേ ക്യാൻസർ ബാധിച്ച ഡോക്ടർമാര് വിളിച്ചിട്ട് നേർച്ച ചെയ്തിട്ടുണ്ട്, ഒന്ന് മാറിക്കിട്ടണമെന്ന് ദുആ ചെയ്യാൻ പറയുന്നു. ആലോചിച്ചു നോക്കൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ഡോക്ടർക്ക് രോഗമായി പോയി. രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അതാ ക്യാൻസർ വന്നുപോയി. നമ്മൾ പറയും അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അത് തൊടാൻ പാടില്ല, അത് ശ്വസിക്കാൻ പാടില്ല, ക്യാൻസർ വരാൻ അത് കാരണമാണ്. കാരണങ്ങളൊക്കെ അറിയുന്ന ഡോക്ടർ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഡോക്ടർ, ക്യാൻസർ രോഗം വന്നപ്പോ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് മാറ്റാൻ ഡോക്ടർക്ക് സാധിച്ചില്ലല്ലോ, ഡോക്ടർക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതല്ലേ മനുഷ്യന്റെ ആരോഗ്യം. പക്ഷേ മനുഷ്യൻ പലപ്പോഴും ഇത് മറന്നുപോവുകയാണ്. ആ മറന്നുപോകുന്ന രംഗത്തെ കുറിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആരോഗ്യമുള്ള സമയം, നല്ല ആരോഗ്യവാനായി നിൽക്കുന്ന സമയം, പലപ്പോഴും അതേ മനുഷ്യന് ഇത്തരം തിന്മകളിലേക്ക് പ്രോത്സാഹനം കിട്ടാൻ അവന്റെ ആരോഗ്യം കാരണമാണ് കേട്ടോ. ഞാൻ എന്റെ ഉപ്പമാരോട് പറയണം, നല്ല പണമുണ്ട് നിങ്ങളെ കയ്യിൽ, നല്ല സാമ്പത്തിക ശേഷിയുണ്ട് നിങ്ങളെ കയ്യിൽ, അതുകൊണ്ട് മാത്രം നിങ്ങളെ മക്കളെ നാട്ടിൽ ഉപേക്ഷിക്കുന്നവരാകരുത്. ജോലിയില്ലാത്തവന് ഈ മക്കളെ ഉപേക്ഷിക്കുന്നവരാകരുത്. പണിയില്ലാത്തവന് ഈ മക്കളെ തള്ളുന്നവരാകരുത്. ചിലര് മനസ്സിലാക്കിയത് മക്കളതാ പതിയെ പഠിക്കുന്നില്ല, ജോലിക്കും പോകുന്നില്ല, പഠിക്കാനും പോകുന്നില്ല, ആ നിലക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന യുവാക്കളുണ്ടായാൽ ഞാൻ അത്യാവശ്യം സമ്പാദിച്ചു എന്ന് ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ അത് മതിയാകുമെന്നാണ്. ഉപ്പമാരെ, നാട്ടിൽ വെറുതെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ, പണിയില്ലാതെ തിരിഞ്ഞു കളിക്കുന്ന ചെറുപ്പക്കാരെ, ജോലി കൊടുത്തിട്ട് അവരെ പണിയുള്ളവരാക്കി മാറ്റണം. ഇല്ലെങ്കിൽ അവരെ തിന്മയിലേക്ക് നയിക്കാൻ, അവരെ തോന്നിവാസങ്ങളിലേക്ക് ക്ഷണിക്കാൻ അത് കാരണമാണ് കേട്ടോ. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ചെറുപ്പക്കാർക്ക് എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത്തരം ആലോചനകൾ വരും, വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്തരം ചിന്തകൾ വരും. അതേ മുമ്പ് കാലത്തെ പോലെ ചെറുപ്പക്കാരൊന്നും പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുന്നവരാകുന്നില്ല, നന്മകൾ ചെയ്യുന്നവരാകുന്നില്ല, നന്മകളിലേക്ക് ഇറങ്ങി വരുന്നവരാകുന്നില്ല. വഅദിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നവരാണ്, അതിനുവേണ്ടി ഓടി നടക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതേ വയലിന്റെ സ്റ്റേജ് കെട്ടിയ ചെറുപ്പക്കാരൻ തന്നെ, അതേ വയലിന് വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരൻ തന്നെ തോന്നിവാസങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന കാലം വന്നുപോയി. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയാണ്, ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, മക്കൾക്ക് ജോലിയുമില്ല, പഠിക്കുന്നുമില്ല, എന്റെ മക്കൾ ജോലിക്ക് പോകേണ്ടതില്ല, വേണ്ടതുപോലെ ബാപ്പ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടി, ബാപ്പ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടി മക്കളെ വെറുതെ വിട്ടിട്ട് മക്കള് ചീത്തയായി പോയാൽ, ഇത്തരം കൂട്ടുകെട്ടുള്ള ആളുകളെ കൂട്ടുകെട്ടുമങ്ങി ജീവിക്കുന്നവരായി പോയാൽ, ഏതാളുകള് വെറുതെ ഇരിക്കുന്ന സമയത്തല്ലേ ചിന്തിക്കുന്നത്, നാളെയല്ലേ അവൻ പുതിയാപ്പിളയായിട്ട് പോകുന്നത്, അവൻ എങ്ങനെയാ നമ്മൾ പുതിയാപ്പിളയായിട്ട് കൊണ്ടുപോകുന്നത് എന്ന ആലോചന. പുതിയാപ്പിളിനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, പുതിയാപ്പിളിനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുകയാണ്. അങ്ങാടിയിൽ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് കുട്ടികളായ ചെറുപ്പക്കാർ പുതിയാപ്പിള നല്ല നിലക്ക് അവന്റെ ഭാര്യയുടെ അടുക്കലേക്ക് കയറി ചെല്ലണമെന്ന് ചിന്തിക്കുമ്പോ അതിനെതിരെ എന്ത് വഴിയുണ്ടെന്ന് ഒപ്പിക്കാനൊന്ന് ചിന്തിച്ച് അക്രമങ്ങൾ അയച്ചുവിടുന്നവരായി നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ അതപ്പതിച്ചു പോകുന്നതിന്റെ കാരണം വെറുതെ ഇരിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്ന, പഠിക്കാനും പോകുന്നില്ല, ജോലിക്കും പോകുന്നില്ല, പ്രായം കുറയായിട്ട് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന ഉപ്പമാരെ ഒന്ന് ചിന്തിക്കണേ. നിന്റെ പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടി
ജനങ്ങളെ മുന്നിൽ നീ കുറെ സമ്പാദിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്റെ മക്കളെ നീ ചീത്തയാക്കി കളഞ്ഞോ, നിന്റെ മക്കളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നീ അഴിച്ചു വിട്ടുകൊടുത്തോ, നിന്റെ മക്കളെ കാര്യത്തിൽ വിരളി കടിക്കേണ്ട ഒരു രംഗം നിനക്ക് വരുന്നൊരു സമയമുണ്ടേ മനുഷ്യ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞു വന്നത് നല്ല ചെറുപ്പക്കാരായ യുവാക്കള് അവരെ സമയം എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കാനുള്ളതല്ല. ആരോഗ്യം എന്ന് പറയുന്നത് ഇത്തരം ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ചിന്തിച്ച് സമുദായത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതല്ല. മറിച്ച് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് സുന്നത്തിയമായത്തിന് ഗുണം കിട്ടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, ദീനിന്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ ഗുണം ലഭിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, അള്ളാഹിന്റെ അടുക്കൽ തൃപ്തി കിട്ടാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാ ചെറുപ്പക്കാരെ നമ്മൾ വിജയം കൈവരിച്ചവരെ കൂട്ടത്തിൽ പെടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അതേ, ലാ തസൂലു ഖദമ ഇബ്ന ആദം ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടി പോലും കാലമനുഷ്യൻ മുന്നോട്ട് വെക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നവരായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന്റെ ആയുഷ്കാലം എന്തിന് ചെലവഴിച്ചു, അവന്റെ ആയുഷ്കാലം എന്തിന് ചെലവഴിച്ചു, അല്ലാഹു നൽകിയ ആരോഗ്യം എന്തിന് ചെലവഴിച്ചു എന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാതൊരടി പോലും ഒരു മനുഷ്യനും കാല് മുന്നോട്ട് പോകൂല. അള്ളാന്റെ കോടതിയിൽ ഒരു കാല് മുന്നോട്ട് നീങ്ങൂല. ചെറുപ്പക്കാരെ, എന്താ നമുക്ക് പറയാനുള്ളത്? കൂട്ടുകാരൻ പുതിയാപ്പിളയായി ഇറങ്ങുമ്പോ അവനെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നാണോ? അല്ലെങ്കിൽ അത്തരം തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നാണോ? അത്തരം തോന്നിവാസങ്ങൾക്ക് പ്രചോദനം കൊടുക്കാൻ സാധിച്ചു എന്നാണോ? അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യാതെ ഒരടി പോലും മനുഷ്യ നിന്റെ കാല് മുന്നോട്ട് നീങ്ങൂല, ഒരടി പോലും നിന്റെ കാല് മുന്നോട്ട് പോകൂല. ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ കളവ് പറയൂല. ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാണ്, ചെലവഴിക്കുന്ന സമയം അള്ളാന്റെ പ്രീതിയിലാകണം, ചെലവഴിക്കുന്ന ആരോഗ്യം അള്ളാന്റെ പ്രീതിയിലാകണം. കാസർഗോഡ് ജില്ലയിൽ അത്തരം ചെറുപ്പക്കാരില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, മീശ വെട്ടൂല, താടി വെട്ടൂല, പുതിയൊരു ഫാഷനാണ്. താടിയും മീശയൊന്നും വെട്ടൂല, അതിങ്ങനെ അയച്ചു വിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കണ്ടാ വിചാരിക്കും എന്തൊരു സുന്നത്തിനോട് സ്നേഹമുള്ള മനുഷ്യന്മാരാണ്, എന്തൊരു സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. എത്ര ഉസ്താദുമാര് വയത് പറഞ്ഞു, എത്ര ഉസ്താദുമാർ അതിന്റെ മഹത്വം പറഞ്ഞു. പക്ഷേ താടി വെക്കാൻ ചെറുപ്പക്കാരെ കിട്ടിയില്ല. ഇപ്പോഴോ ഏതോ സിനിമാ നടി നടന്മാർക്കിടയിൽ അത് ഫാഷനായപ്പോ ചെറുപ്പക്കാർ ഏറ്റെടുത്തു പോയി. ഓ മനുഷ്യ, നിന്റെ ഓരോ രോമങ്ങളും റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് അതേ നരകത്തിലേക്ക് തിരിക്കപ്പെട്ടു പോയാൽ നിന്റെ ഓരോ രോമങ്ങളും ശിക്ഷ അനുഭവിക്കപ്പെടേണ്ട സമയം നീ മറന്നു പോയതാണോ? അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിനക്ക് പിന്തുടരാൻ നല്ലത് സിനിമാ നടന്മാരാണോ? നിനക്ക് പിന്തുടരാൻ നല്ലത് സിനിമാ നടിമാരാണോ? നീ അത്തരം കാണുന്ന ഏതെങ്കിലും, നീ മനസ്സിലാക്കി വെക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന അത്തരം ഏതെങ്കിലും തോന്നിവാസങ്ങൾ പച്ചയായി ചെയ്യാൻ മടിയില്ലാത്തവരെയാണോ നീ പിന്തുടരുന്നത് മോനെ? എന്നിട്ട് നീ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആശിക്കുന്നു. ഏതർത്ഥത്തിലാ മുസ്ലിമേ? സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹം പിന്തുടരാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴി പറ്റൂല, സഹാബത്തിന്റെ വഴി പറ്റൂല, താബിഈങ്ങളെ വഴി പറ്റൂല, ഇമാമികൾ പഠിപ്പിച്ചത് പറ്റൂല. പിന്നെ സിനിമാ നടന്മാര് ചെയ്തത് ചെയ്യണം, എന്നിട്ട് സ്വർഗത്തിലെത്തണം എന്നാഗ്രഹിക്കുന്നവൻ
വിഡ്ഢിയല്ലേ അവൻ. അല്ലാഹു നമ്മളെയും നമ്മളെ ചെറുപ്പക്കാരെയും കാത്തിരക്ഷിക്കട്ടെ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ബോധമുള്ളവനാകണം. അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാകണം. അല്ലാഹു തആല തന്ന ഈ ആരോഗ്യം, അല്ലാഹു തന്ന യുവത്വകാലം അല്ലാഹുവിന്റെ പ്രീതിക്ക് ചെലവഴിച്ചോ, അവൻ പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചോ. ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം. ഇത് പറഞ്ഞതുകൊണ്ട് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരൊറ്റ ഉപദേശം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനങ്ങ് നിർത്തുകയാണ്. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് അഹ്മലൻ നാസു തിബ്ബുൽ ഖുലൂബ് വസ്തഗലൂ ബിതിബ്ബിൽ അജ്സാദ്. മനുഷ്യന്മാരിങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ചെറിയ തലവേദന വന്നപ്പോ, ചെറിയ വയറുവേദന വന്നപ്പോ, ചെറിയ തൊണ്ടവേദന വന്നപ്പോ അതിനെത്ര പെട്ടെന്ന് ചികിത്സ കിട്ടിയത്, എത്ര പെട്ടെന്ന് അതിനു വേണ്ടി അതിന് അധ്വാനിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് സംഘാടകരോട് ഇന്ന് കൂടുതൽ പ്രസംഗിക്കാൻ കഴിയുമോ എന്നറിയില്ല. എനിക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞപ്പോ സംഘാടകർ എനിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു, ചൂടുവെള്ളം കൊണ്ട് തന്നു, ടാബ്ലറ്റ് വേണോ എന്ന് ചോദിച്ചു. എന്തൊരു സ്നേഹമാണ്. ശരീരത്തിന്റെ രോഗത്തിന് ചികിത്സിക്കാൻ, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചികിത്സിക്കാൻ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. എന്നാൽ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, അവർ തിബ്ബുൽ ഖുലൂബിന്റെ വിഷയത്തിൽ, ഹൃദയം ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ, ഹൃദയത്തിന് കൊടുക്കേണ്ട ചികിത്സ കൊടുക്കുന്ന വിഷയത്തിൽ അവര് പിന്നിലാണ്. പക്ഷേ അവൻ ചിന്തിക്കുന്നില്ല. ശരീരത്തിനുള്ള മരണമെന്ന് പറയുന്നവരെന്റെ തീരാൻ വേണ്ടി മനുഷ്യന്റെ എല്ലാം അവസാനിപ്പിക്കുന്നൊരു കാര്യം അത് മരണമാകുന്ന എന്താണ്. അങ്ങനൊരു കാര്യം മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ടേ മനുഷ്യ. ലാ മഹല, അതിൽ സംശയം വേണ്ട. വൽ ഖുലൂബ്, എന്നാ ഹൃദയത്തിന്റെ കാര്യം നീ അറിയോ? ആ ഹൃദയം രക്ഷപ്പെടൂല, ആ ഹൃദയം വിജയത്തിലെത്തൂല. ഇല്ലാ ബിസലാമതിഹാ, ആ ഹൃദയത്തെ നന്നാക്കാതെ, ആ ഹൃദയത്തെ നല്ല നിലക്ക് ജീവിക്കാൻ വിടാതെ, നന്മകൾ കൊണ്ട് നിറക്കാതെ, നന്മകൾ ചെയ്ത് ഹൃദയത്തെ നന്നാക്കാതെ ഹൃദയം വിജയിക്കൂല. ഹൃദയം വിജയിച്ചവരെ ഹൃദയത്തിന്റെ കൂട്ടത്തിൽ പെടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വിജയം കൈവരിക്കുന്ന ഹൃദയത്തെ കുറിച്ച്. സലീമായ ഹൃദയം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഹൃദയം, റബ്ബിനെ ഭയന്ന് ജീവിച്ച ഹൃദയം, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ച ഹൃദയം, അവനെപ്പോഴും ആ ഹൃദയത്തിന്റെ കറയുടെ ബേജാറിലാണ്. ഞാനെങ്ങാനും ഈ കറയോടുകൂടെ മരിച്ചു പോയാൽ, ഞാനെങ്ങാനും ഈ കറയോടുകൂടെ അങ്ങ് വിട പറയേണ്ടി വന്നാൽ, ഈ കറയോടുകൂടെ അങ്ങ് റബ്ബിലേക്ക് മടങ്ങേണ്ടി വന്നാൽ എന്റെ നാശത്തിനത് കാരണമാകുമല്ല അല്ലാ, എന്റെ നഷ്ടത്തിനത് കാരണമാകുമല്ല അല്ലാ. എന്നാ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, മനുഷ്യന്മാര് വലിയ ജോറാണ്. ശരീരത്തിനൊരു രോഗം വന്നപ്പോൾ ഒരുപാട് അവയവങ്ങൾ ശരീരത്തിലുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നിയമത്തുകൾ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ചെറിയ നിയമത്തിന് ചെറിയൊരു തകരാറ്, തൊണ്ടക്ക് ചെറിയൊരു വേദന, ജലദോഷം, തലവേദന, കൈവേദന, മുട്ടുവേദന, പല്ലുവേദന തുടങ്ങിയ ചെറിയ ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ തന്നെ മനുഷ്യൻ വലിയ ബേജാറിലായിപ്പോയി, മനുഷ്യൻ വലിയ പേടിയിലായിപ്പോയി, മനുഷ്യൻ ചിന്തിക്കുന്നവനായി പോയി, ചികിത്സ കൊടുക്കുന്നവനായി പോയി. ചോദിക്കട്ടെ മനുഷ്യ, നിന്റെ ഹൃദയത്തിന് രോഗം ബാധിച്ചിട്ട് വർഷം എത്രയായടോ? എത്രയായി നമ്മുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ട്? തിന്മകളാകുന്ന കറകൾ കൊണ്ട് ഹൃദയം കറുത്തുപോയിട്ട് ആ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമെന്നൊരു ചിന്ത, ആ ഹൃദയത്തെ ഒന്ന് നന്നാക്കണമെന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നോ ചെറുപ്പക്കാരെ?
യുവത്വമുള്ള സമയത്ത് അതിന്റെ വില നിനക്കറിയൂല, ആരോഗ്യമുള്ള സമയത്ത് നിനക്കതിന്റെ വില അറിയൂല, ആരോഗ്യമുള്ള സമയത്ത് അതിന്റെ വില നിനക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെറുപ്പക്കാരെ വിളിച്ച് പഠിപ്പിക്കുകയാണ്, ആരോഗ്യമുള്ള സമയം, അതുപോലെ നിങ്ങളെ വിശ്രമ സമയം നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിച്ചു കളയും, നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നവരായി നിങ്ങൾ ആരോഗ്യത്തെ നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങൾ ആരോഗ്യത്തെ നിങ്ങൾ സമയം ചെലവഴിക്കണം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യാൻ ശ്രദ്ധിക്കണം. വെറുതെ ഇരിക്കുന്ന സമയം പുതിയാപ്പിള ഇറങ്ങുന്നവനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയൂന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എങ്ങനെ താടി അത് എന്റെ ഫാഷൻ മാറ്റാൻ കഴിയൂന്നല്ല ചിന്തിക്കേണ്ടത്. അത്തരം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഭൗതിക ലോകത്തിലേക്ക് മുൻപന്തിയിലെത്താൻ എന്ത് വഴിയുണ്ട് എന്നല്ല നീ ചിന്തിക്കേണ്ടത്, മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ രോഗികളെ സന്ദർശിച്ചോളൂ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോളൂ. ആരാരുമില്ലാതെ വീട്ടിൽ കിടക്കുന്നു, സഹായിക്കാൻ ആളില്ല, വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാൻ ആളില്ല, വെള്ളം എടുത്തു കൊടുക്കാൻ ആളില്ല, കിടന്ന സ്ഥലത്താണ്, അതുപോലെ റോട്ടിൽ കിടക്കുന്ന മനുഷ്യനാണ്, വീടിന് സൗകര്യമില്ല, വീടില്ല, ഒരു ചെറിയ മുറി പോലും കിടക്കാനില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ മുറിവില്ലാത്ത, വിവരമില്ലാത്ത, അല്ലെങ്കിൽ വിവരമുണ്ട്, അറിവുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിനെ മറന്നു പോകുന്ന, സാമ്പത്തികമായി അല്പം പുരോഗതി കിട്ടിയപ്പോ ബാപ്പനെയും ഉമ്മനെയും വീട്ടിൽ നിന്നിറക്കി വിടുന്ന ചില വിവരം കെട്ട ആളുകളുണ്ട്. ബാപ്പനെയും ഉമ്മനെയും കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ തള്ളിക്കളയുന്ന ചില ആളുകളുണ്ട്. അതുപോലെ വീട്ടിൽ നിന്നിറക്കി വിടുന്ന ചില ആളുകളുണ്ട്. ഭാര്യമാര് പറയുന്നത് കേട്ട്, ഭാര്യമാര് മന്ത്രിക്കുന്നത് കേട്ട്, ഭാര്യമാര് ചവിട്ടിൽ കൂതിക്കൊടുക്കുന്നത് കേട്ട് സ്വന്തം ബാപ്പനെ വെറുക്കുന്ന, ഉമ്മനെ വെറുക്കുന്ന, ഉമ്മനെ കുറ്റം പറയുന്ന, ഉമ്മനെ നിസാരപ്പെടുത്തുന്ന, ബാപ്പനെ കുറ്റം പറയുന്ന, നിസാരപ്പെടുത്തുന്ന മക്കളായി നമ്മൾ മാറിയാൽ നമ്മളെ ആക്കിബത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായി പോകും കേട്ടോ. ഉമ്മനെ ബുദ്ധിമുട്ടിച്ചവൻ ദുന്യാവിൽ തന്നെ അനുഭവിക്കാതെ മടങ്ങുകതയെ മടങ്ങിപ്പോകൂല, തിരിച്ച് യാത്ര തിരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലാത്ത ചില പെങ്ങന്മാർ, വിവരമില്ലാത്ത ചില പെങ്ങന്മാർ, അല്ലെങ്കിൽ വിവരമൊക്കെ ഉണ്ട്, സൗകര്യത്തിന് അല്പം കുറവ് വരുന്നു. എന്താ സൗകര്യത്തിന് കുറവ്? വാട്സപ്പിൽ കളിക്കുമ്പോഴാണ് ബാപ്പ വിളിച്ചിട്ട് മോളെ ചൂടുവെള്ളം വേണമെന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് പ്രായം ചെന്ന ഉമ്മ വിളിച്ചിട്ട് മോളെ കട്ടൻ ചായ വേണമെന്ന് പറയുന്നത്. ഈ തള്ളക്ക് എത്ര കൊണ്ട കൊടുത്താലും മതിയാകൂല. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഭർത്താവിന്റെ ചവിട്ടിൽ മന്ത്രിക്കലാണ്. അത്തരം സ്ത്രീകളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉമ്മമാർക്കെതിരെ ചവിട്ടിൽ മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഉമ്മമാരായി, പെങ്ങന്മാരായി, ഉമ്മമാരെ നമ്മൾ അതപ്പതിച്ചു പോകരുതേ. ഭർത്താവിന്റെ ഭാര്യക്ക്, അതേ ഭർത്താവിന്റെ ഉമ്മക്ക്, ഭർത്താവിന്റെ ബാപ്പക്ക് എത്ര നിങ്ങൾ സേവനം ചെയ്തോ വെറുതെ ആയി പോകുമെന്ന് കരുതണ്ട. അപ്പുറത്തെ വീട്ടിലെ അന്യന് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയില്ലല്ലോ. പാവതേ രോഗികളെ ശുശ്രൂഷിച്ചാൽ, രോഗികളെ സഹായിച്ചാൽ, രോഗമുള്ളവർക്ക് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്താൽ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വലിയ പ്രതിഫലമല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. നിങ്ങൾ നോക്കൂ, ആരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ലക്ഷക്കണക്കിന് അനുയായികളുള്ള നേതാവ്, ലക്ഷക്കണക്കിന് അനുയായികളുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ അനുയായികളിൽപ്പെട്ട ഒറ്റപ്പെട്ട ചില ആളുകളെ കാണാതെ വരുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം ബാധിച്ചു എന്നറിയുമ്പോ, അന്വേഷിച്ചു നോക്കിയിട്ട് രോഗം ബാധിച്ച് കിടക്കുകയാണെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വേണ്ടി പോവാണ്, ചെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നബി തങ്ങൾക്ക് അതിന് മടിയില്ല. എന്തേ കാരണമെന്നല്ലേ? വലിയ പ്രതിഫലമാണ്, നബി തങ്ങളെ ചര്യയാണ്.
നബിതങ്ങളെ കുറിച്ച് മഹാന്മാര് പഠിപ്പിക്കുമ്പോ പറഞ്ഞില്ലേ, സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നബിതങ്ങളെ ഏറ്റവും വലിയ ബഹുമാനം തന്നെ രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, ദുർബലർക്ക് തണല് നൽകുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ വളരെ കുറവാണ്. ഇസ്ലാമിന്റെ തുടക്കകാലമാണ്. ആ സമയത്ത് പോലും നബിതങ്ങൾ പറഞ്ഞില്ലേ, ളുഅഫായ സ്ത്രീകൾ അവർ യുദ്ധത്തിന് പങ്കെടുക്കേണ്ടതില്ല, കുട്ടികൾ യുദ്ധത്തിന് പങ്കെടുക്കേണ്ടതില്ല. ദൗർബല്യമുള്ളവരോട് വലിയ സ്നേഹമാണ് നബിക്ക്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോഗ്യമില്ലാത്തവരോട് വലിയ സ്നേഹമാണ്, ദൗർബല്യമുള്ളവരോട് വലിയ സ്നേഹമാണ്, രോഗികളോട് വലിയ സ്നേഹമാണ്. എത്രത്തോളം സഹാബത്ത് രോഗം ബാധിച്ച് കിടക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി അവര് കിടക്കുന്ന കട്ടിലിന്റെ മേലെ കയറിയിരുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിയിൽ പോലും അവരെ തലയെടുത്ത് വെച്ചിട്ട് തലയിൽ ഉദിക്കൊടുത്തില്ലേ, അവരെ സമാധാനിപ്പിച്ചില്ലേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ പെങ്ങന്മാരെ, ഭർത്താവിന്റെ ബാപ്പ സുഖമില്ലാതെ കട്ടിലിന്റെ മേലെ കിടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത ആളാണ്, പഴയതുപോലെ ആരോഗ്യമില്ലാത്ത ആളാണ്. ആ ഉപ്പ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇയാളെ ശല്യം തീരൂല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇയാൾക്കെതിരെ ഭർത്താവിനോട് ഇന്ന് മുതൽ കംപ്ലൈന്റ് മന്ത്രിച്ച് തുടങ്ങണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭർത്താവിനെ, ഞാൻ എന്റെ ജീവൻ പോലെ കാണുന്ന ഭർത്താവിനെ എല്ലാ നിലക്കും പോറ്റിയ ഉമ്മയല്ലേ. ആ ഭർത്താവ് ഉമ്മയുടെ മടിയിൽ മൂത്രമൊഴിച്ചു, ഉമ്മയുടെ മടിയിൽ കാട്ടിച്ചു, ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോ കരഞ്ഞു, ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്റെ ഭർത്താവിനെ തെറി വിളിച്ചില്ലല്ലോ, മടിയിലേക്ക് മൂത്രമൊഴിച്ചു. എവിടെ നിന്ന്? ഇന്നത്തെ പോലെ പമ്പേഴ്സ് ഒന്നുമുള്ള കാലമല്ലല്ലോ. നമ്മളെ പുതിയ കുട്ടികളായ ഈ ഉമ്മമാര് നമ്മളെയൊക്കെ വളർത്തുന്ന കാലം ഇന്നത്തെ പോലെ സൗകര്യങ്ങളുള്ള കാലമല്ലല്ലോ. നിങ്ങളെ മടിയിൽ മക്കള് മൂത്രമൊഴിക്കുന്നതിന് ഭയപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് മെഡിക്കൽ ഷാപ്പിലും പല സ്ഥലങ്ങളിലും പോയി നിങ്ങൾ പമ്പേഴ്സ് വാങ്ങിച്ചില്ലേ? മക്കള് ശരീരത്തിൽ മൂത്രമൊഴിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് മക്കൾ അല്പം ബുദ്ധിമുട്ടിയാലും സാരമില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ പമ്പേഴ്സ് ധരിപ്പിച്ചില്ലേ? നിന്റെ ഉമ്മ അതുപോലെ നിന്റെ ബാപ്പ വലിയ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ പുതിയാപ്പിള, നിന്റെ ഭർത്താവ് അന്ന് ചെറിയ മോനാണ്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉപ്പാന്ന് വിളിച്ചങ്ങ് ഉപ്പയുടെ കയ്യിലേക്ക് ചെന്നപ്പോ ആ ഉപ്പ വാത്സല്യത്തോടെ എടുത്തങ്ങ് ശരീരത്തോട് കൂട്ടിപ്പിടിച്ചപ്പോ നിന്റെ ഭർത്താവ് കൊടുത്ത സമ്മാനമാണ് വെള്ളക്കുപ്പായം ധരിച്ച നിന്റെ ഭർത്താവിന്റെ ബാപ്പയുടെ കുപ്പായത്തിൽ കാട്ടിച്ചു കൊടുത്തു, മൂത്രമൊഴിച്ചു കൊടുത്തു. ഉമ്മ കല്യാണത്തിന് പോയതാണ്, കല്യാണ വീട്ടിൽ പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ചു, പുതിയ പർദ്ദ ധരിച്ചു, അതേ പർദ്ദയും ധരിച്ചു പോയി. കല്യാണ വീട്ടിലെത്തിയപ്പോ ആളുകളെ മുന്നിൽ നിന്ന് മൂത്രമൊഴിച്ചു കൊടുത്തു, ആളുകളെ മുന്നിൽ നിന്ന് കാട്ടിച്ചു കൊടുത്തു. ചുംബിച്ചിട്ടാ ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? എന്തൊരു കുസൃതിയുള്ള മോനാ നീ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മുഖത്ത് ചുംബിച്ച ഉമ്മയല്ലേ, ചുംബിച്ച ബാപ്പയല്ലേ? ചോദിക്കട്ടെ പെങ്ങളെ, ആ നിലക്ക് നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഭർത്താവിനെ നീതിന്റെ ഭർത്താവിനെ ഇഷ്ടം വെക്കുന്ന ബാപ്പയാണെങ്കിൽ, നീ നിന്റെ ഭർത്താവിന് സേവനം ചെയ്താൽ, നിന്റെ ഭർത്താവിന്റെ ബാപ്പക്ക് സേവനം ചെയ്താൽ, നിന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്താൽ, ചെറുപ്പക്കാരികളായ എന്റെ പെങ്ങന്മാര് വെറുതെയായി പോകൂല.
ഇന്ന് അത്തരം ആളുകൾ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഞാൻ പലപ്പോഴും പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, എന്റെ കുട്ടിക്കാലത്തെ ഞാൻ ബാപ്പയുടെ പ്രസംഗം ധാരാളം കേൾക്കുന്നയാളാണ്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. കുട്ടിക്കാലത്ത് കേട്ടൊരു വയലുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടിക്കാലം എന്ന് പറയുമ്പോ ഇപ്പൊ കുറെ വയസ്സായിട്ട് അഹങ്കരിച്ച് പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് എന്നേ മഴയുള്ളൂ. ബാപ്പയുടെ പഴയ ഒരു പ്രസംഗത്തിൽ കേട്ടത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ, അതേ മകന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ, മകന്റെ ഭാര്യയെ ആക്രമിക്കുന്ന ബാപ്പയായതിന്റെ പേരിൽ, ഉമ്മയായതിന്റെ പേരിൽ, അയൽപ്പക്കത്തുള്ള വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കുന്ന ചില സ്ത്രീകളുടെ പ്രയാസം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടെന്ന് മുമ്പ് പഴയ കാലത്ത് ബാപ്പ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഇന്ന് അത്തരം ഉമ്മമാരൊന്നും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, അത്തരം ഉപ്പമാരൊന്നും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓ ഉമ്മമാരേ, ഓ എന്റെ ഉപ്പമാരേ, നിങ്ങളുടെ മകന്റെ ഭാര്യ അവള് ജോലിക്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവള് വെറും നിന്റെ വീട്ടിലെ ജോലിക്കാരിയെ പോലെ കാണരുത്, ഒരു അടിമപ്പെണ്ണിനെ പോലെ കാണരുത്. മറിച്ച് നിങ്ങളെ മക്കളെ പോലെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണേ ഉമ്മ, നിങ്ങൾക്ക് സാധിക്കണേ വാപ്പാ. നിങ്ങളെ മകള് അതേ നിന്റെ മകന്റെ ഭാര്യയുമായി ഒന്ന് കടിപിടി കൂടിയപ്പോ, അല്ലെങ്കിൽ നിന്റെ മകന്റെ ഭാര്യയുമായി ഒന്ന് സംസാരത്തിലേർപ്പെട്ടപ്പോ, നിന്റെ മകൾക്ക് അനുകൂലമായി പറയുന്ന, തെറ്റും ശരിയും നോക്കാതെ മകൾക്ക് അനുകൂലമായി സിന്ദാബാദ് പിടിക്കുന്ന ബാപ്പമാരായി ഉമ്മമാരായി നമ്മൾ അതപ്പതിക്കരുതേ ഉമ്മമാരേ, അതപ്പതിക്കരുതേ ബാപ്പമാരേ. മറിച്ച് നിങ്ങളെ മക്കളോ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്, നിങ്ങളെ പെൺകുട്ടികളെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്, അതുപോലെ നിങ്ങളെ മകന്റെ ഭാര്യയും കാണാൻ സാധിക്കണം. നിന്റെ മകൻ ചിലപ്പോ വെറുപ്പോടെ കോപത്തോടെ വീട്ടിലേക്ക് കയറി വന്നു നിന്റെ മകളോട് ദേഷ്യം പിടിച്ചാൽ, നിന്റെ മകൻ വീട്ടിലേക്ക് ആരോടോ വെറുപ്പ് പിടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ട് അവന്റെ പെങ്ങളെയോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ്, കരുത്ത് സംസാരിക്കുകയാണ്, തെറി വിളിക്കുകയാണ്. അങ്ങനത്തെ ഒരു രംഗമുണ്ടായാൽ നിങ്ങൾക്ക് വെറുപ്പ് പിടിക്കൂലേ? അവളെന്താ നിന്നെ ചെയ്തത്, ആരോ ചെയ്തതിനെന്തിനാ നിന്റെ മോളെ നീ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഉപ്പമാരെ, ഉമ്മമാരെ, നിന്റെ മകന്റെ ഭാര്യ നിങ്ങളെ മോളെ പോലെ കണ്ടിട്ട് ഭാര്യയെ അനാവശ്യമായി തെറി വിളിക്കുന്ന, അനാവശ്യമായി കുറ്റം പറയുന്ന, അല്പം തേച്ചിട്ട് നീരാത്തതിന്റെ പേരിൽ, കറിയിൽ ഉപ്പ് കൂടി പോയതിന്റെ പേരിൽ, അതേ മുളക് കൂടി പോയതിന്റെ പേരിലൊക്കെ തെറി വിളിക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെ വിളിച്ച് ഉപദേശിച്ചു കൊടുക്കാനുള്ള മനസ്സും പതി സമ്പാദിക്കണേ ഉപ്പമാരെ. അനാവശ്യത്തിന് അവളെ തെറി വിളിക്കാൻ ഞാൻ അനുവദിക്കൂല. അവളും എൻ്റെ ഒരു മോളാണെന്ന് പറഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള നല്ല വാക്കുകൾ പറയാൻ ഉമ്മമാരെ, ഉപ്പമാരെ, നമുക്ക് സാധിക്കണം കേട്ടോ. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആരോഗ്യമില്ലാത്ത സമയം, ആ സമയത്ത് ആരോഗ്യമുള്ളവർ വല്ലാതെ പരിഗണിക്കണം ആരോഗ്യമില്ലാത്തവരെ. നമുക്കറിയാം, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്ന കാലത്ത്, ഒരു പ്രയാസമില്ലാത്ത കാലത്ത്, എന്ത് ആകാശം തന്നെ താഴോട്ടേക്ക് വന്നാലും ആരെയും പിടിക്കാത്ത മനുഷ്യന്മാര്, ചെറിയ രോഗം വരുമ്പോ അവരെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, എന്നെ അവരൊക്കെ പരിഗണിക്കുന്നത് കുറയുന്നുണ്ടോ? മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്തയിൽപ്പെട്ടൊരു കാര്യമാണത്. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്തയാണത്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ എന്നാരും പരിഗണിക്കുന്നില്ല എന്നൊരു ധാരണ. ആ ധാരണ ഉള്ള സമയത്ത് കൂടുതൽ പരിഗണിക്കാൻ കഴിയണം. പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. രോഗി അല്ലാത്ത ബാപ്പനെ എങ്ങനെ പരിഗണിക്കുന്നുണ്ടോ അതിനേക്കാൾ ഡബിൾ പരിഗണിക്കണം രോഗിയായ ബാപ്പയാകുമ്പോ. രോഗിയായ ഉമ്മയാകുമ്പോ രോഗമില്ലാത്ത ഉമ്മയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിച്ചാൽ പോരാ. മറിച്ച് യുവത്വം നഷ്ടപ്പെട്ടു പോയ ഉമ്മയെ യുവത്വകാലത്ത് പരിഗണിച്ചതുപോലെ പരിഗണിച്ചാൽ പോരാ. അതിനേക്കാൾ കൂടുതൽ പരിഗണിക്കണം, അതിനേക്കാൾ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കണം. അവിടെയാ ഉമ്മമാരെ നമ്മുടെ ബുദ്ധി. ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോ പിറകോട്ടേക്ക് ചിന്തിക്കും.
അവരൊക്കെ എന്നെ കൈയൊഴിക്കുകയാണോ എന്ന ധാരണ വരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലുള്ള ഏതെങ്കിലും പ്രവാസികൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, വീട്ടിൽ വിളിക്കുമ്പോൾ ഉമ്മയെ കുറിച്ച് ഭാര്യയോട് ചോദിക്കണം. പരമാവധി ഉമ്മാന്റെ നമ്പറിൽ തന്നെ വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്ങനെ രാത്രി കിടക്കുമ്പോ ഉമ്മാനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണം, ഭാര്യനെ വിളിക്കുന്നത് പോലെ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതേ സ്ഥാനത്ത് ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ രാത്രി കുശലം പറയാൻ വേണ്ടി വിളിക്കുകയല്ല, അതല്ലാതെ വീട്ടിലെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുമ്പോ ഭാര്യന്റെ ഫോണിൽ വിളിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കുക പറയുന്നതിന് പകരം ഉമ്മന്റെ ഫോണിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉമ്മനോട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം, ചോദിച്ചതിന്റെ ശേഷം, സമയമൊന്നുമില്ല എന്നാലും ഭാര്യക്കൊന്ന് കൊടുത്താൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാമെന്ന് നിലക്കാകണം ഉമ്മയോട് സംസാരിക്കുന്നത്. അല്ലെങ്കിലോ സ്നേഹിക്കുന്ന മക്കള് പരിഗണിക്കുന്നത് കുറയുന്നുണ്ടോ എന്ന ധാരണ ഉമ്മമാർക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ കൂടാൻ സാധ്യതയേറെയാണ് കേട്ടോ. പരമാവധി ഉമ്മമാരെ ഇടയ്ക്കിടെ ഫോണിൽ വിളിക്കണം. ഭാര്യനെ 100 വട്ടം ഫോണിൽ വിളിക്കും, ഒരു വട്ടം പോലും ഉമ്മാനെ ഒരു ദിവസം പോലും വിളിച്ചു നോക്കൂല, മാസത്തിൽ പോലും വിളിച്ചു നോക്കൂല. ദിവസവും ഭാര്യനെ 100 വട്ടം വിളിക്കും, ഒരു വട്ടം പോലും ഉമ്മാനോട് വിശേഷങ്ങൾ അന്വേഷിക്കൂല. അങ്ങനത്തെ പോയത്തക്കാരായി നമ്മൾ മാറരുത് കേട്ടോ. ആരോഗ്യമുള്ള സമയം എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആരോഗ്യമില്ലാത്തവരെ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറ് കഴിച്ചു കൂട്ടുന്ന മനുഷ്യ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശരീരത്തിന്റെ കാര്യമറിയോ? സ്നേഹിച്ച് ചുംബിച്ച ഉമ്മയാകട്ടെ, സ്നേഹിച്ച് ചുംബിച്ച് ആലിംഗനം ചെയ്ത ബാപ്പയാകട്ടെ, ഏത് ബാപ്പയും നിങ്ങളെ കൈയൊഴിക്കും, ഏത് ബാപ്പയും കൊണ്ടുപോയി കബറിലേക്ക് അടക്കും, ഏത് ഉമ്മയും വീട്ടിന്റെ പടിയിറക്കും. മൗത്തങ്ങ് സംഭവിച്ചു പോയാൽ കൈയൊഴിക്കാത്ത ഉമ്മയില്ല, കൈയൊഴിക്കാത്ത ബാപ്പയില്ല, കൈയൊഴിക്കാത്ത നാട്ടുകാരില്ല. അതുകൊണ്ടാ ഹാത്തമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇങ്ങനെ കുറെ കാലം ജീവിച്ചിട്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം എന്റെ ജീവിതം മാറ്റിവെക്കണമെന്ന് ഞാൻ ചിന്തിക്കാൻ 4 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെ, ചെറുപ്പക്കാരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റു നിന്നാൽ പ്രായം ചെന്ന ഉപ്പമാരെ എഴുന്നേറ്റു നിൽക്കണം എന്നില്ല, നിൽക്കുന്നതിന് വിരോധവുമില്ല. ഹാത്തമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരുപാട് കാലം ജീവിച്ചിട്ട് എന്റെ ജീവിതത്തിൽ അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കാൻ എനിക്ക് പ്രചോദനം കിട്ടിയ 4 കാര്യങ്ങളുണ്ട് ജനങ്ങളെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമക്ക് അല്ലാഹു തആല മതിയായവനല്ലേ എന്നല്ലേ ഖുർആൻ ചോദിച്ചത്. ആ റബ്ബിനെ കൊണ്ട് ഞാൻ തൃപ്തിയടങ്ങുന്നവനാകണമല്ലോ. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചവനാണ്. സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റ് ഉയർമ്പ് നല്ല സംഭാവന കൊടുക്കണം, പുരുഷന്മാരും നല്ല സംഭാവന കൊടുക്കണമെന്നിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹാത്തമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറയാണ്, 4 കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിലങ്ങ് മനസ്സിലാക്കിയപ്പോൾ എന്റെ ജീവിതം മുഴുവനും ഞാൻ എന്റെ റബ്ബിലങ്ങ് ഭാരമേൽപ്പിച്ചു. അതിലൊന്നാമത്തത് അലിംതു അന്ന റിസ്ഖി ലാ യഅകുലുഹു ഗൈരി. എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയ ഭക്ഷണം എന്റെ നാട്ടുകാര് കഴിക്കൂല, എന്റെ കൂട്ടുകാര് കഴിക്കൂല, എന്റെ സഹപാഠികൾ കഴിക്കൂല, ഞാൻ കച്ചവടം ചെയ്യുന്ന നാട്ടിലെ അവര് കഴിക്കൂല. എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയ ഭക്ഷണം എനിക്കല്ലാതെ കിട്ടൂല. വഅലിംതു അന്ന അമലി ലാ യഅമലുഹു ഗൈരി. എന്റെ ആഖിറത്തിന് വേണ്ടി ഞാനല്ലാതെ പ്രവർത്തിക്കൂല, എന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ അയൽവാസി പ്രവർത്തിക്കൂല, എന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ കൂട്ടുകാരൻ പ്രവർത്തിക്കൂല, എന്നെ ഇഷ്ടപ്പെടുന്നവര് പ്രവർത്തിക്കൂല. ഫഅന
വഅന മശ്ഗൂലും ബിഹി. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു, എന്റെ ആരോഗ്യമുള്ള സമയം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ചെലവഴിച്ചാൽ അതെനിക്ക് ബാക്കി കിടക്കുമല്ലോ. വഅലിംതു അന്നൽ മൗത യഅതിയനി ബഗ്തതൻ. അതേ, ഞാനങ്ങ് മനസ്സിലാക്കി മരണമെന്ന് പറയുന്നത് അതേ ഏത് സമയത്തും എന്നെ പിടികൂടും, ആരും എന്നോട് ചോദിക്കാൻ വരൂല. അതുകൊണ്ട് ആ മരണത്തിന് തയ്യാറെടുക്കുന്ന രൂപത്തിൽ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെയോ ഞാനങ്ങ് മനസ്സിലാക്കി, ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് തിന്മ ചെയ്യുമ്പോഴും, ഏത് നന്മക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും തിന്മക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും എന്റെ റബ്ബെന്നെ കാണാതിരിക്കൂല. ഫഅന മുസ്തഹിം മിൻഹു. അതുകൊണ്ട് തന്നെ ആ റബ്ബിൽ നിന്ന് വലിയ ലജ്ജയുള്ളവനായി ഞാൻ. അവൻ ഇഷ്ടപ്പെടാത്തത് അവൻ തന്ന ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യുമ്പോ, മുതലാളി ഇഷ്ടപ്പെടാത്തത് മുതലാളിയുടെ കടയിൽ കയറിയിട്ട് ഞാൻ ചെയ്യാറില്ലല്ലോ. അത് മുതലാളിക്ക് വെറുപ്പുണ്ടാക്കുന്നതായത് കൊണ്ടല്ലേ. ചെയ്താലും മുതലാളി കാണണമെന്ന നിലയ്ക്ക്, മുതലാളി കാണുമോ എന്ന് ഭയന്നിട്ട് അതേ ഈമാനില്ലാത്തവനും ക്യാമറകളെ പേടിച്ച് കളവുകളിൽ നിന്ന് മാറി നിന്നില്ലേ. എന്നാ ഒരു സമയത്തും മുറിഞ്ഞു പോകാത്ത ക്യാമറ, ഒരു സമയത്തും നഷ്ടപ്പെട്ടു പോകാത്ത ക്യാമറ, ആ ക്യാമറയുടെ കഥ അറിയാം. അത് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ പിടിക്കാതെ പോകൂല. കംപ്ലൈന്റ് വരുന്ന ക്യാമറയല്ല, പ്രയാസങ്ങൾ വരുന്ന ക്യാമറയല്ല, മറിച്ചോ രണ്ട് മലക്കുകൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. മയൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ ക്യാമറ പൂർണ്ണമായി ഏത് സമയത്തും നിങ്ങൾ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിൽ നിന്ന് ഞാൻ ലജ്ജയുള്ളവനായി. ആ റബ്ബ് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിച്ചു. ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതങ്ങ് മനസ്സിലാക്കിയപ്പോൾ നസഅതു നഫ്സി ഹവാഹാ ഫസ്തഖാമതു ഫിത്ത്വാഅ. ഞാൻ എന്റെ ശരീരത്തോടങ്ങ് സമരം ചെയ്തു. എന്റെ ശരീരത്തെ തിന്മകളിൽ നിന്ന് ഞാനങ്ങ് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തിയാലോ എന്റെ റബ്ബ് എനിക്ക് തരുന്ന ഓഫർ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അതേ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, ആ റബ്ബിനെ കാണണമെന്ന നിയ്യത്തോടെ, റബ്ബിന്റെ ലിഖാ കൊണ്ട് സന്തോഷിക്കണമെന്ന നിയ്യത്തോടെ ജീവിക്കുന്നവർക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവരെ സങ്കേതം സ്വർഗമാണല്ലോ. ആ സ്വർഗത്തിന് വേണ്ടി, നിലനിൽക്കുന്ന സ്വർഗത്തിലെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരത്തോടൊന്ന് സമരം ചെയ്തു. ജനങ്ങളെ, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കി. ഫവജത്തു ലികുല്ലി വാഹിദിൻ ഹബീബൻ യുഹിബ്ബുഹു. ഞാൻ നോക്കുമ്പോ അവർക്കൊക്കെ നല്ല നല്ല ചങ്ങാതിമാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മോശപ്പെട്ട ചില ചങ്ങാതിമാരുണ്ട്. അവരാ നിന്നെ പുതിയ ആപ്പിളായിട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. ചെറുപ്പക്കാരെ, ചാരിയാൽ ചാരിയത് മണക്കൂന്ന് പാപ്പമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? അത്തരം കൂട്ടുകാരുണ്ടോ? ഇന്ന് തന്നെ കൈയൊഴിച്ചോ. സുന്നത്തിയമായത്തിന്റെ നല്ല പ്രവർത്തകന്മാരാകുന്ന കൂട്ടുകാരെ, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടുകാരനെ, പള്ളിയിൽ ജുമുഅക്ക് പോകുമ്പോൾ നേരത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരനെ, പള്ളിയിൽ ജമാഅത്തിന് സുബഹിക്ക് പോകാൻ വിളിക്കുന്ന കൂട്ടുകാരനെ, ളുഹറിന്റെ സമയത്ത് പള്ളിയിൽ ജമാഅത്തിന് കാണാതിരിക്കുമ്പോ, എന്തേ മോനെ ളുഹറിന്റെ ജമാഅത്തിന് കാണാത്തത്? ഒരു പണിയുമില്ലാതെ രാത്രിയില് സീരിയൽ കണ്ട് സമയം കളയാൻ അനുവദിക്കാതെ സ്വതേ മഗ്‌രിബിന്റെയും നിശായിന്റെയും
ഇടയിലുള്ള സമയം പള്ളിയിൽ ചെലവഴിക്കാൻ നിങ്ങളെ വിളിക്കുന്ന കൂട്ടുകാരൻ, അത്തരം കൂട്ടുകാരൻ നിങ്ങൾ സമ്പാദിച്ചോ? എന്നാലും ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഇഷ്ടപ്പെടുന്നവരവരെ കൂടെ ദുനിയാവിലെല്ലാ സമയത്തും അവരുണ്ട്. പക്ഷേ ഇല്ല അന്നഹു സഅതു യമൂത്, ആ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരനെ മരിക്കുന്ന സമയത്ത് കാണുന്നില്ല. യുദ്ഖിലുൽ ഖബറ, നിന്നെ അവൻ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചു പോയി. വയതുറുകുഹു വഹീദാ, അവൻ നിന്നെ ഖബറിൽ ഒറ്റക്ക് കഥയെ തള്ളിപ്പോയി. ഒറ്റക്ക് ഖബറിലേക്ക് ഇട്ട് അവൻ തിരിച്ചു പോയി. ഞാനങ്ങ് ചിന്തിച്ചു, എനിക്കൊരു കൂട്ടുകാരൻ വേണം. ആ കൂട്ടുകാരൻ ഖബറിൽ പോകുമ്പോ എന്നെ കൈയൊഴിക്കാത്ത കൂട്ടുകാരനാകണം. എന്നെ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് തിരിച്ചു വരാത്ത കൂട്ടുകാരനാകണം. എനിക്ക് ഖബറിൽ കൂട്ടു നിൽക്കുന്ന കൂട്ടുകാരനാകണം. ആ കൂട്ടുകാരന് വേണ്ടി ഞാൻ അങ്ങ് അന്വേഷിച്ചു. ഫബഹത്തു അൻ അഹദി യുഹിബ്ബുനി വയുദ്ഖിലു മഈ ഖബരി വലാ യത്റുക്നി വഹദി. എന്റെ കൂടെ എന്റെ കൂടെ ഖബറിലേക്ക് കടക്കുന്ന കൂട്ടുകാരൻ, എന്റെ കൂടെ ഖബറിൽ ജീവിക്കുന്ന കൂട്ടുകാരൻ, എന്റെ കൂടെ ഖബറിൽ കൂട്ടാളിയായി നിൽക്കുന്ന കൂട്ടുകാരൻ, എങ്ങനൊരു കൂട്ടുകാരനെ വേണമെന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ അന്വേഷിച്ചു. ഫലം അജിദു സിവാ അമലി അസ്സാലിഹ്, എനിക്കൊരു കൂട്ടുകാരനെയും കിട്ടിയില്ല. എനിക്ക് കിട്ടിയ ഒരൊറ്റ കൂട്ടുകാരനുണ്ട്, അതെന്റെ നിസ്കാരമാണ്, എന്റെ നോമ്പാണ്, എന്റെ സദഖയാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നീ പിന്തുടർന്ന സിനിമാ നടൻ നിന്റെ കൂടെയുണ്ടോ? നീ താടി ഫാഷനാക്കിയ നിന്റെ സിനിമാ നടനുണ്ടോ? മീശ വെട്ടാതെ ജ്യൂസ് കുടിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ആ മീശ വെച്ച അരിപ്പ പോലെ വെള്ളം കുടിച്ചിട്ട് നാശത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, കള്ള് കുടിക്കാൻ നിന്നെ വിളിച്ച കൂട്ടുകാരനുണ്ടോ? സിനിമക്ക് പോകാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരനുണ്ടോ? അന്യപെണ്ണുമായി സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരനുണ്ടോ? അന്യപെണ്ണുമായി സ്വറ പറയാൻ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരനുണ്ടോ? ഇല്ല. നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഖബറിൽ വരുന്നത് കാണാൻ കഴിയില്ല. എന്ന് പറയാണ്, ഒരാളെയും എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കിട്ടിയത് ഒരൊറ്റ കൂട്ടുകാരനെയാണ്. അമലിയ സ്വാലിഹ്. ഞാൻ എന്റെ ജീവിതത്തിൽ പാരത്രീയ ലോകത്തേക്ക് മടങ്ങുമ്പോ എന്റെ കൂടെ വരുന്ന കൂട്ടുകാരൻ ഞാൻ നിസ്കരിച്ച നിസ്കാരമാണല്ലോ, ഞാൻ എടുത്ത നോമ്പാണല്ലോ, ഞാൻ ചെയ്ത സദഖയാണല്ലോ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, എത്ര നേരം അല്ലാഹുവെ ഭയപ്പെട്ട് നിസ്കരിച്ചത് നിനക്ക് പറയാനുണ്ട്? അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് സദഖ ചെയ്ത എത്ര സദഖ പറയാനുണ്ട്? അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നോമ്പെടുത്ത് എത്ര നോമ്പ് പറയാനുണ്ട്? എത്ര അമല് നിനക്ക് പറയാനുണ്ട്? അത്തമുല്ല സമൃദ്ധിയല്ലോ എന്ന് പറയാണ്, ഞാൻ സർവ്വതും അങ്ങ് കൈയൊഴിച്ചു, എനിക്ക് മതി. എന്റെ കൂടെ ഖബറിൽ എന്റെ കൂട്ടാളിയായി കിടക്കുന്ന കൂട്ടുകാരനായ അമലല്ലാത്തൊരു കൂട്ടുകാരൻ എനിക്ക് വേണ്ട ജനങ്ങളെ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരു കൂട്ടുകാരനും ഞാൻ വില കൊടുത്തില്ല. ഞാൻ അമലുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിച്ചു, എന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചു. ഞാൻ നോക്കുമ്പോ പരസ്പരം അസൂയയോടെ കൂടെ ജീവിക്കുകയാണ് ജനങ്ങള്, പരസ്പരം അതേ ശത്രുക്കളായി ജീവിക്കുകയാണ് ജനങ്ങള്. രാഷ്ട്രീയത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും കുടുംബത്തർക്കത്തിന്റെ പേരിലും സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിലും ദുനിയാവിലെ പല വിഷയങ്ങളുടെ പേരിലും പരസ്പരം തർക്കിക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോയി, പരസ്പരം അസൂയുള്ളവനായി പോയി, പരസ്പരം ഗീബത്ത് പറയുന്നവനായി പോയി, പരസ്പരം ശത്രുക്കളായി പോയി. സ്വന്തം ചേട്ടനുമായി തെറ്റിയ കാരണം ചോദിച്ചപ്പോ സ്വത്തോതി വെക്കുന്ന സമയത്ത് അവൻ സംസാരിച്ച സംസാരം ഇഷ്ടപ്പെട്ടില്ലോ, ചേട്ടനുമായി പിണങ്ങിയില്ലേ. ഉമ്മ എന്തോ പറയുമ്പോ അറിവില്ലായ്മ കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മയുടെ പ്രായത്തിന്റെ കാരണത്താലോ ഒരു മകനെ എന്തോ കൂടുതൽ പരിഗണിക്കുന്നത് പോലെ തോന്നിയതിന്റെ പേരിൽ ഉമ്മയുമായി പിണങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരാ,
ബാപ്പനോട് പിണങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരാ, ബാപ്പനോട് മിണ്ടാതെ ജീവിക്കുന്ന ചെറുപ്പക്കാരോ, അറിയോ നിനക്ക് ഞാൻ നോക്കിയപ്പോ ഈ പ്രയാസവും മിണ്ടായ്മയും കുലുമാലുകളും മുഴുവനും അവരെ റിസ്കിന്റെ കാര്യത്തിലാണ്. ഞാൻ എന്റെ റബ്ബിന്റെ ഖുർആൻ ഓതി. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖറിയാ വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹ് കൊടുക്കുന്നവന്, അല്ലാഹ് നൽകുന്നവന്, അവൻ കൊടുക്കുന്നത് തടയാൻ കഴിയുന്നവരില്ല, അവൻ തടയുന്നത് വാങ്ങാൻ കഴിയുന്നവരുമില്ല. ആ റബ്ബ് ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കൊടുത്തിട്ടാ പരീക്ഷണം, ചിലർക്ക് കൊടുക്കാതെ പരീക്ഷണം. ഇതെനിക്ക് മനസ്സിലായപ്പോൾ അൽഗൈതുൽ ഹഖദ വൽ ഗില്ലാ, എന്റെ ശത്രുത ഞാനങ്ങ് മാറ്റിവെച്ചു. ഞാൻ ആരോടും ശത്രുത വെക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു. ഞാൻ ആരെയും ശത്രുക്കളായി കാണുന്നില്ലെന്ന് തീരുമാനിച്ചു. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങ് കേട്ടു. ഇന്ന ശൈത്വാന അദുവ്വൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വാ. ഇത്തരം ശത്രുത ഉണ്ടാക്കി തരുന്ന ശൈത്താനാണ് നിന്റെ ശത്രു. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തീരുമാനിച്ചു, എന്റെ ഏറ്റവും വലിയ ശത്രു അത് ശൈത്താനാണ്. ആ ശൈത്വാനിനെ തൃപ്തിപ്പെടുത്തുന്നൊരു ജീവിതം ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ നയിക്കൂല. മറിച്ച് എന്റെ ജീവിതം എന്റെ സിദ്ധാവായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകണം, അവന്റെ സന്തോഷത്തിന് വേണ്ടിയാകണം, അവന്റെ റിളക്ക് വേണ്ടിയാകണം. റിളവാനും മിനല്ലാഹി അക്ബർ. ഏറ്റവും വലിയ അതേ കാര്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. റിളവാനും മിനല്ലാഹി അക്ബർ. എല്ലാ കാര്യങ്ങളെക്കാളും അവർക്ക് വലുത് അല്ലാഹുവിന്റെ പ്രീതിയോ. അതുകൊണ്ടാ മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞത്, ഞങ്ങൾ അമലെടുക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിലെ മണിമാളികൾക്ക് വേണ്ടിയല്ല, സ്വർഗത്തിലെ സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിലെ സമാധാനത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിലെ ഹുർലീങ്ങൾക്ക് വേണ്ടിയല്ല. കിട്ടാത്തത് മുഴുവനും കിട്ടുന്ന സ്വർഗത്തിൽ സർവ്വതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അതിനേക്കാളൊക്കെ വലുതായി ഞങ്ങൾ കാണുന്നത് റിളവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അവന്റെ പൊരുത്തമാണ്. ആ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്റെ ജീവിതം നിർവഹിക്കേണ്ടതെന്ന് ഈ പാവപ്പെട്ട മുതഅല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി. ചെറുപ്പക്കാരായ കൂട്ടുകാരായ നിങ്ങൾ ഓർമ്മപ്പെടുത്തി. എന്റെ ഉപ്പമാരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഉമ്മമാരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. റബ്ബേ, ഞങ്ങൾ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്.